മഹാരാഷ്ട്രയിലെ 29 നഗരസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 25ലും ഭരണമുറപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതിൽ തന്നെ 20 നഗരസഭകളിൽ ബി ജെ പിയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇനി ബി ജെ പിയുടെ മേയർ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ നഗരത്തിൽ രാജ്യത്തിൻ്റെ വാണിജ്യ തലസ്ഥാനത്ത് ബി ജെ പിയുടെ മേയർ വരാൻ പോകുന്നു. 25 വർഷത്തിലധികമായി ശിവസേനയുടെ കോട്ടയായിരുന്ന മുംബൈയും വീണിരിക്കുന്നു. താക്കറെമാരുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ വികസന രാഷ്ട്രീയം പയറ്റിയാണ് ദേവേന്ദ്ര ഫഡ്നവിസിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി ഒരു വലിയ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. മുംബൈ മാത്രമല്ല, പ്രധാനപ്പെട്ട നഗരങ്ങൾ നാഗ്പൂർ ആണെങ്കിലും പൂനെ, താനെ, പിന്നെ പിംപ്രി ചിഞ്ച്വാഡ്, നവി മുംബൈ, ഇവിടെയെല്ലാം ബി ജെ പി സേനാ സഖ്യം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ദേവേന്ദ്ര ഫഡ്നവിസിന് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസിൻ്റെ വികസന രാഷ്ട്രീയമാണ് ബി ജെ പി അവിടെ ചർച്ചയാക്കിയത്. ഒരു ഭാഗത്ത് താക്കറെമാരുടെ ഭാഗത്തു നിന്നുള്ള വിദ്വേഷ രാഷ്ട്രീയം, പഴയ രീതിയിലുള്ള വംശീയ രാഷ്ട്രീയം, ഇതെല്ലാം പയറ്റിയെങ്കിലും ജനങ്ങൾ ബി ജെ പിക്കൊപ്പം നിലയുറപ്പിച്ചു. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മഹാരാഷ്ട്രയിൽ ബി ജെ പി സേനാ സഖ്യം, അതായത് ഷിൻഡെ സേനാ സഖ്യം നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ, ഇതാണ് ഇപ്പോൾ വോട്ടായി മാറിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവേന്ദ്ര ഫഡ്നവിസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു അഗ്നി പരീക്ഷ തന്നെയായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ചൊരു റിസൾട്ട് ഇത്തവണ ഉണ്ടാകും എന്നുള്ളത്. അപ്പം അന്ന് എല്ലാവരും സംശയം പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് താക്കറെമാർ ഒന്നിച്ചിരിക്കുന്നു, അതുകൂടാതെ കോൺഗ്രസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കുന്നു, പിന്നെ നല്ല വെല്ലുവിളി മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അന്ന് എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫഡ്നവിസിൻ്റെ പ്രസ്താവനയെ പല ആളുകളും സംശയത്തോടെയാണ് കണ്ടത്. പക്ഷേ ഫഡ്നവിസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കുന്ന ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഫഡ്നവിസ് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ അഭിനവ അഭിമന്യുവാണ്, എനിക്ക് ചക്രവ്യൂഹങ്ങൾ ഭേദിക്കാൻ വളരെ ഇഷ്ടമാണ്, ഞാൻ അതിനുവേണ്ടി നിതാന്തമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ള. കാരണം 2014 മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി 44ാമത്തെ വയസ്സിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റപ്പോൾ, അതായത് ബി ജെ പിയുടെ ആദ്യത്തെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിട്ട് മാറിയതിന് ശേഷം അദ്ദേഹം നടത്തിയ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ, ഇതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നിപ്പോൾ ബി ജെ പി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു പാർട്ടിയായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. കാരണം ഫഡ്നവിസിന് ഒരു വലിയ റോള് തന്നെ അതിലുണ്ട്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥോ ഉണ്ടായിരുന്നില്ല. ഫഡ്നവിസ് തന്നെയായിരുന്നു മുൻനിരയിൽ. അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് പ്രചരണ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റാലികൾ ഉണ്ടായിരുന്നു, അനവധി റാലികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന ഫഡ്നവിസിൻ്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്ന വികസനങ്ങൾ ഓരോന്നായിട്ട് എണ്ണിപ്പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബി ജെ പിക്ക് അത് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അടൽ സേതു, നവി മുംബൈയും ബന്ധിപ്പിക്കുന്ന പാലം, അതുകൂടാതെ മുംബൈ മെട്രോ യാഥാർത്ഥ്യമായത്, പിന്നെ ധാരാവിയുടെ പുനർനിർമ്മാണ പദ്ധതികൾ, അതിൻ്റെ ഒരു പുരോഗതി, പിന്നെ അണ്ടർഗ്രൗണ്ട് കോസ്റ്റൽ റോഡ്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം വൃത്തിയായിട്ട് തന്നെ അവതരിപ്പിക്കാൻ ജനങ്ങൾക്ക് മുമ്പിൽ ബി ജെ പിക്ക് സാധിച്ചു. ഒരു ഭാഗത്ത് വിദ്വേഷ രാഷ്ട്രീയവും പഴയ 60കളിലെയും 70കളിലെയും രാഷ്ട്രീയം താക്കറെമാർ ഉയർത്തിയപ്പോൾ ജെൻസി ഉൾപ്പെടെ അല്ലെങ്കിൽ വനിതാ വോട്ടർമാർ ഉൾപ്പെടെ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ പ്രധാന കാരണം ഈ ഒരു വികസന രാഷ്ട്രീയം തന്നെയാണ്. കാരണം മുംബൈയിലേക്കും മറ്റ് നഗരസഭകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായ വിഷയം ഇത്തരം സിവിക് ഇഷ്യൂസാണ്. അത് നന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ, വൈകാരിക വിഷയങ്ങളിലേക്ക് അധികം പോകാതെ അത് നന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ബി ജെ പിക്ക് സാധിച്ചു. ദേവേന്ദ്ര ഫഡ്നവിസിൻ്റെ ഒരു ലീഡർഷിപ്പ് ജെൻസി ഉൾപ്പെടെയുള്ള വിഭാഗക്കാർക്കിടയിൽ ബി ജെ പിക്ക് കൂടുതൽ പിന്തുണ ലഭിക്കാൻ കാരണമായിട്ടുണ്ട്. ഒരു മോഡേൺ ആയിട്ടുള്ളൊരു CM എന്നുള്ളൊരു ഇമേജിലേക്ക് മാറാൻ ദേവേന്ദ്ര ഫഡ്നവിസിന് സാധിച്ചിട്ടുണ്ട്. കാരണം മഹാരാഷ്ട്ര ഒരുപാട് മാറിയിരിക്കുകയാണ്, മുംബൈ ഒരുപാട് മാറിയിരിക്കുകയാണ്. അപ്പം പുതിയ ജനറേഷൻ്റെ താല്പര്യങ്ങൾ, അവരുടെ ആസ്പിറേഷനും മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഫഡ്നവിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുമ്പോഴും അടിസ്ഥാന ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ദേവേന്ദ്ര ഫഡ്നവിസ് തയ്യാറായിരുന്നില്ല. താക്കറെമാർ മുംബൈയിൽ ഒരു മറാത്തി മേയർ വരുമെന്ന് പറഞ്ഞപ്പോൾ ദേവേന്ദ്ര ഫഡ്നവിസ് അതിന് മറുപടി നൽകിയത് മുംബൈയിൽ ഒരു മറാത്തി മേയർ അല്ല വരാൻ പോകുന്നത്, ഒരു ഹിന്ദു മറാത്തി മേയർ ആണെന്നാണ്. അതായത് ഹിന്ദുത്വത്തെ വളരെ സമർത്ഥമായിട്ട് വിനിയോഗിച്ച് കണ്ട് തന്നെ വികസന രാഷ്ട്രീയം മുൻനിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു ബി ജെ പി നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നുള്ള നേതാക്കളെ അധികം കൊണ്ടുവരാതെ, അതായത് ഈ പ്രാദേശിക വികാരം ഒരു ഭാഗത്ത് നിന്ന് ഈ പറയുന്ന താക്കറെമാർ ഇളക്കി വിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു പാൻ മറാത്തി ഇമേജിലാണ് ദേവേന്ദ്ര ഫഡ്നവിസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരു പാൻ മറാത്തി ലീഡറാണ് താൻ, ഒരു ബ്രാഹ്മണനായിട്ടും തനിക്ക് ആ രീതിയിലുള്ളൊരു സ്വീകാര്യത ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദേവേന്ദ്ര ഫഡ്നവിസ് എന്ന് പറയുന്ന ഒരു ലീഡറിൻ്റെ ഒരു നെക്സ്റ്റ് തലത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിനൊപ്പം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് മുംബൈ ഉൾപ്പെടെയുള്ള നിർണായക നഗരസഭകളിലൊക്കെ വിജയിക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫഡ്നവിസിന്റെ ഒരു സ്റ്റേച്ചർ വേറെ ലെവലിൽ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 22ാമത്തെ വയസ്സിൽ നാഗ്പൂരിൽ ഒരു കൗൺസിലറായാണ് തുടക്കം. അതിനുശേഷം 27ാം വയസ്സിൽ വൺ ഓഫ് ദ യങ്ങസ്റ്റ് മേയർ എന്നുള്ള രീതിയിൽ നാഗ്പൂരിന്റെ മേയറായിട്ട് ഫഡ്നവിസ് മാറി. അതിനുശേഷം 99ൽ നിയമസഭയിൽ എത്തുന്നു നാഗ്പൂർ വെസ്റ്റിൽ നിന്ന്. 2014 മഹാരാഷ്ട്രയിലെ BJPയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് മാറുന്നു. മഹാരാഷ്ട്രയിൽ BJP എന്നും ശിവസേനയ്ക്ക് കീഴിൽ നിൽക്കേണ്ട ഒരു പാർട്ടിയല്ല, ഒരു ജൂനിയർ പാർട്ണറായി നിൽക്കേണ്ട ഒരു പാർട്ടിയല്ല BJP ഒരു മഹാരാഷ്ട്രീയൻ പാർട്ടിയായിട്ട്, ഒരു പാൻ മഹാരാഷ്ട്രീയൻ പാർട്ടിയായിട്ട് മാറണം. അപ്പം അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുഖ്യമന്ത്രി പദം ഒരിക്കലും വിട്ടു നൽകരുതെന്ന് BJP ദേശീയ നേതൃത്വത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ഒരു നേതാവാണ് ദേവേന്ദ്ര ഫഡ്നവിസ്. 2019 വീണ്ടും BJP സേനാ സഖ്യം അധികാരത്തിലെത്തിയപ്പോൾ ശിവസേന ആദ്യത്തെ 2.5 വർഷം മുഖ്യമന്ത്രി പദം തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അത് നൽകാൻ തയ്യാറാകാതിരുന്നത് ദേവേന്ദ്ര ഫഡ്നവിസ് ആണ്. അമിത്ഷായും മോദിയും വരെ വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ളൊരു നയമാണ് സ്വീകരിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ദേവേന്ദ്ര ഫഡ്നവിസ് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും BJPക്ക് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് മാറാൻ സാധിക്കില്ല എന്ന്. അന്ന് ദേവേന്ദ്ര ഫഡ്നവിസിനൊപ്പം മോദിയും അമിത്ഷായും ഒക്കെ നിലയുറപ്പിക്കുകയാണ് ഉണ്ടായത്. അതിന് ഒരുപാട് പഴി പിന്നീട് ദേവേന്ദ്ര ഫഡ്നവിസ് കേട്ടു. പ്രത്യേകിച്ച് ശിവസേന കോൺഗ്രസിനൊപ്പം ചേർന്ന് അവിടെ ഭരണം നേടിയെടുത്തു. അപ്പോൾ അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ, അജിത് പവാറെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ ഭൂരിപക്ഷം തെളിയിക്കാൻ ദേവേന്ദ്ര ഫഡ്നവിസിന് കഴിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. പക്ഷേ എല്ലാത്തിനെയും മറികടക്കുന്ന രീതിയിൽ അദ്ദേഹം പല പ്രവർത്തനങ്ങളും ശേഷം ചെയ്തു. BJPയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ്. ഒന്ന്, ഷിൻഡെ സേനയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. വീണ്ടും അവരെ NDAയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ശിവസൈനികരിലെ ഒരു വലിയ വിഭാഗം ഹിന്ദുത്വവാദികളാണ്. അപ്പോൾ അവരെ വീണ്ടും NDAയിലേക്ക് കൊണ്ടുവരാൻ BJPക്കൊപ്പം നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനുവേണ്ടി മുഖ്യമന്ത്രി പദം ഷിൻഡെക്ക് നൽകി ഉപമുഖ്യമന്ത്രി പദം കൊണ്ട് തൃപ്തിപ്പെടാനൊക്കെ ഫഡ്നവിസ് തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ BJP ഏത് വിധേനയും പാർട്ടി നമ്പർ 1 ആക്കി മാറ്റുക എന്നുള്ള ഒരു ദീർഘ വീക്ഷണം തന്നെയായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത്. അതിനുള്ള റിസൾട്ടാണ് 2024 വമ്പൻ വിജയം ജനങ്ങൾ ദേവേന്ദ്ര ഫഡ്നവിസിനും BJPക്ക് നൽകിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഗംഭീരമായ വിജയം, തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു ചരിത്ര വിജയമാണ് BJP നേടിയിരിക്കുന്നത്. അപ്പോൾ ഫഡ്നവിസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉയർച്ച വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭാവിയിൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ എത്താൻ ഒരു പൊട്ടൻഷ്യലുള്ള ലീഡറാണ് ദേവേന്ദ്ര ഫഡ്നവിസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, അദ്ദേഹം ഒരു മൈൽഡ് സോഫ്റ്റ് സ്പോക്കൺ ആയുള്ള ലീഡറാണ്. പക്ഷേ അതേസമയം തന്നെ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കാനും എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാനും കപ്പാസിറ്റി ഉള്ള ഒരു ലീഡറാണ്. ഒരു മോഡേൺ BJP ലീഡർ എന്നുള്ള രീതിയിൽ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ ദേവേന്ദ്ര ഫഡ്നവിസിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയമാണ്, നമുക്ക് ഒരിക്കലും ഒരു ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വിലയിരുത്തലൊന്നും നടത്താൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും BJPയിലെ ഒരു ടോപ്പ് 4 ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളിന്ന് വിലയിരുത്തുകയാണെങ്കിൽ നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ്, അത് കഴിഞ്ഞാൽ ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നവിസിന്റെ പേരും ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.